അപ്പോൾ നമ്മളിവിടെ കൗണ്ടർ വെച്ചിട്ടുള്ളൊരു ലാഡർ ഡയഗ്രാം നമുക്ക് വരച്ച് നോക്കാം. ഞാനിവിടെ ടൈമറിൻ്റെ സിമ്പൽ സെലക്ട് ചെയ്തു. അവിടെ ഒരു കൗണ്ടർ, ഞാൻ CPU എന്ന് പറയുന്ന കൗണ്ടറാണ് അവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ ആലൻ ബ്രാഡ്ലി PLCയിലൊക്കെ C5 വെച്ചിട്ടാണ് കൗണ്ടറിൻ്റെ പേര് തുടങ്ങുന്നത്. ഇവിടെ നിങ്ങൾക്ക് 0 മുതൽ ഏതും ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാനവിടെ 5 എന്നാണ് പേര് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ പ്രീസെറ്റ് വാല്യൂ നമുക്കൊരു 5 കൊടുക്കാം. ഞാനവിടെ 5 കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് വാല്യൂ. ഇനി ഇതിനെ ഓണാക്കാൻ നമുക്ക് ഒരു നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് കൊടുക്കാം. അതൊരു സെൻസർ ആണ് എന്ന് വിചാരിക്കുക നിങ്ങൾ. ആ സെൻസർ ഇൻപുട്ട് വരുന്നതിനനുസരിച്ചിട്ട് നമ്മളെ കൗണ്ടർ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓരോ പ്രാവശ്യം ഇൻപുട്ട് വരുന്നതിനനുസരിച്ചിട്ട് ഓരോ പ്രാവശ്യം ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇനി നമുക്കിതിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 വരെ കൗണ്ട് ചെയ്താൽ അതവിടെ പിന്നെ നമുക്ക് റീസെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിങ്ങനെ കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ വേറൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. 0, 1 എന്ന് പറയുന്ന ഇൻപുട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ഔട്ട്പുട്ട് എടുക്കാം. 0 എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇനി ഈ ഔട്ട്പുട്ട് എപ്പോഴാണ് ഓൺ ആവേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കൗണ്ടർ 5 പ്രാവശ്യം കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലാണ്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് കൊടുത്തു. അതിൻ്റെ പേര് C എന്ന് പറഞ്ഞ കൗണ്ടറാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് C5 ആണ്. അതുകൊണ്ട് ഞാനവിടെ C5 എന്ന് കൊടുത്തു. ഇനി നമ്മളിവിടെ പല ബിറ്റുകൾ അവൈലബിൾ ആണ്. അതിനകത്ത് ഞാൻ ഡൺ ബിറ്റാണ് ഉപയോഗിക്കുന്നത്. ഡൺ ബിറ്റ് എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ബിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് 1 ആവുന്നത്. അപ്പോൾ ഞാനവിടെ ഡൺ ബിറ്റ് കൊടുത്തു. ഇനി ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത്. ഞാനിവിടെ പ്ലേ ബട്ടൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെൻസറിൽ ഇവിടെ ഒരു പ്രാവശ്യം ഇൻപുട്ട് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. വീണ്ടും അത് ഒരു പ്രാവശ്യം കൂടി സിഗ്നൽ വന്നു കഴിഞ്ഞാൽ 2 ആവുന്നത് കാണാം. ഇതിപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഓൺ ഓഫും ചെയ്യുകയാണ്. ഒരു സെൻസറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സിഗ്നൽ വന്നോളും. ഞാൻ വീണ്ടും ഒന്ന് ഓൺ ഓഫ് ആക്കിയപ്പോൾ 3 എന്ന് വന്നിട്ടുണ്ട്. വീണ്ടും ഓൺ ഓഫ് ആക്കിയപ്പോൾ 4 എന്ന് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ അവിടെ 5 എന്ന് വരുന്നത് കാണാം. ആ സമയത്ത് നമ്മളുടെ ഔട്ട്പുട്ട് ഓൺ ആവുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, ഇപ്പോൾ 5 ആയിട്ടുണ്ട് കൗണ്ടറിൻ്റെ വാല്യൂ. ഈ 5 എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ഇപ്പോൾ ഓണായി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പല കൗണ്ടിങ് ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 5 പീസുകൾ വന്നാൽ നിങ്ങൾക്ക് ഒരു പാക്കിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ എണ്ണം വെച്ചിട്ടുള്ള ഓപ്പറേഷൻസൊക്കെ നമുക്ക് PLCയിൽ ഈ കൗണ്ടർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും നമ്മൾ വീണ്ടും സെൻസർ ഇൻപുട്ട് വന്നാൽ ഈ കൗണ്ട് ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആവുന്നത് കാണാം. ഇപ്പോൾ 6 ആയിട്ടുണ്ട്, 7, 8 അങ്ങനെ പോവും. നമ്മുടെ ടൈമർ പോലെ അക്യുമുലേറ്റർ വാല്യൂ പ്രീസെറ്റ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുന്നില്ല, വീണ്ടും ഇങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതുപയോഗിച്ചിട്ട് നമുക്ക് ശരിക്കും കൗണ്ട് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ എത്ര പാർട്ടുകൾ ഒരു കൺവെയർ ബെൽറ്റിലുണ്ടെന്നോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ഇത് ചെക്ക് ചെയ്താൽ മതി, അക്യുമുലേറ്റർ വാല്യൂ എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഇത് നമുക്ക് എപ്പോഴെങ്കിലും ഇതിനെ റീസെറ്റ് ചെയ്യണമെങ്കിൽ ഞാനവിടെ റീസെറ്റായിട്ട് 0, 1 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ്, എന്താണ് സംഭവിക്കാൻ നോക്കാം. ഞാനവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, 0, 1 എന്ന് പറയുന്ന ഇൻപുട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്യുമുലേറ്റർ വാല്യൂ അവിടെ റീസെറ്റ് ആയിരിക്കുന്നത് കാണാം. 0 എന്നുള്ളത് ആയി മാറിയിട്ടുണ്ട് അക്യുമുലേറ്റർ വാല്യൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിനെ റീസെറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യിക്കാം. ഔട്ട്പുട്ട് ഓൺ ആകുമ്പോൾ റീസെറ്റ് ചെയ്യിക്കണമെങ്കിൽ O00 എന്നുള്ളത് ആ റീസെറ്റിൻ്റെ അവിടെ ഉള്ള നോർമലി ഓപ്പൺ കോണ്ടാക്റ്റിൻ്റെ അഡ്രസ്സായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏത് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈ കൗണ്ടറിനെ റീസെറ്റ് ചെയ്യിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കൗണ്ടർ വർക്ക് ചെയ്യിക്കുന്നത്.